ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് സിമ്പിളായിട്ട് വീട്ടിലുള്ള ഒരു ചെടി ആദ്യമേ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ. ഇത് നമ്മൾ പിസ്സ ഉണ്ടാക്കുമ്പോൾ, അതേപോലെ ചിക്കൻ കറി, ചിക്കൻ ഫ്രൈ ചെയ്യുമ്പോൾ, അതേപോലെ പാസ്ത, അങ്ങനത്തെ പല ഡിഷുകൾക്കും നമ്മൾ ഈ ഒരു സംഭവം യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് വലിയ വില കൊടുത്തിട്ട് കടയിൽ നിന്നൊന്നും വാങ്ങിക്കേണ്ട, നമുക്കിത് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കുക. അതേ മണവും അതേ രുചിയും എല്ലാ സ്മെല്ലും എല്ലാതുമായിട്ടുള്ള ഒരു സംഭവമാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മൾ ഒറിഗാനോ ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഈ ഒറിഗാനോ ഉണ്ടാക്കുന്നത് നമ്മൾ കഞ്ഞിക്കൂർക്കല്ലേ, വീട്ടിലൊക്കെ ഉള്ള പനിക്കൂർക്ക, അതിൽ നിന്നാണ് നമ്മൾ ഈ ഒറിഗാനോ ഉണ്ടാക്കുന്നത്. നമ്മളിപ്പോൾ ഈ ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോഴും എല്ലാം സെർച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു ചെടിയാണ് നമുക്കതിൽ കാണുന്നത്. അപ്പോൾ നമ്മൾ ഈ ഗൂഗിളിൽ നിന്നൊക്കെ സെർച്ച് ചെയ്തിട്ട് നമുക്കുള്ള ആ ഒരു അറിവിലാണ് നമ്മളിത് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്കിത് ഉണ്ടാക്കണത് നോക്കാം. നമുക്കിതിൻ്റെ ഇലയൊക്കെ പൊട്ടിച്ച് കഴിഞ്ഞതിന് ശേഷം, കാരണം മണ്ണിൽ നിൽക്കണ നല്ലപോലെ അടുത്തിട്ടല്ലേ മണ്ണിൽ നിൽക്കണം, അപ്പോൾ പിന്നെ നല്ലപോലെ അധികം മണ്ണ് പിടിച്ചിട്ടുണ്ടാവും. അപ്പം ഇത് നന്നായിട്ട് നമുക്കിത് കഴുകിയെടുക്കണം. ഇതിൻ്റെ ഉപയോഗം അറിയാത്തവരാരുമില്ല. ചെറിയ ഉണ്ണികളൊക്കെ ഉള്ള ഏത് വീട്ടിലാണെങ്കിലും ഈ ഒരു പനിക്കൂർക്ക അല്ലെങ്കിൽ കഞ്ഞിക്കൂർക്ക ഏത് വീട്ടിലും ഉണ്ടാവും. അപ്പോൾ ഇത് നല്ലപോലെ കഴുകിയെടുത്തിട്ട് നമുക്കിത് ഉണക്കാൻ വെക്കാം. മണ്ണൊക്കെ നല്ലതുപോലെ പോകണം കേട്ടോ, അല്ലെങ്കിൽ നമ്മളിത് ക്രഷ് ചെയ്തെടുക്കുന്ന ടൈമിൽ ചിലപ്പോൾ മണ്ണ് കടിക്കാൻ സാധ്യത ഉണ്ടാവും. അപ്പോൾ ഒരു 2-3 പ്രാവശ്യമൊക്കെ കഴുകിയിട്ട് നല്ലപോലെ ഇതിമെന്ന് മണ്ണൊക്കെ കളയുക. പിന്നെ ഇതൊരു നല്ല തട്ടിൽ നമുക്കിത് ഉണക്കാൻ വെക്കണം. അപ്പോൾ ഞാനിപ്പോൾ ഇത് ഉണക്കിയിട്ട് ടെറസിൻ്റെ മേലെ കൊണ്ടുവയ്ക്കുക ചെയ്തത്. അപ്പോൾ നല്ല വെയിലുണ്ടെങ്കിൽ ഒരു 2-3 ദിവസം കൊണ്ട് നമുക്കിത് ഉണങ്ങിക്കിട്ടും. എനിക്കിപ്പോൾ ഇതൊരു 4 ദിവസം എടുത്ത് കേട്ടോ ഉണങ്ങിക്കിട്ടാൻ. ഇപ്പോൾ ഈ ഒരു വീഡിയോ എന്ന് പറയണത് ഫസ്റ്റ് ഡേയുടെ, നമ്മളിപ്പോൾ ഇത് ഉണക്കാൻ വെച്ചിട്ട് ഫസ്റ്റ് ഡേയുടെ ഒരു വീഡിയോ ആണ്. പിന്നെ ഇനി അവിടുന്ന് നമ്മളൊരു പിറ്റേ ദിവസം നമ്മളിത് ഉണക്കാൻ വെച്ചിട്ട് ഉള്ള ഒരു വീഡിയോ ആണ്. ഇപ്പോൾ ഇത് കണ്ടോ, ചെറുതായിട്ടൊക്കെ ഉണങ്ങി, ചെറിയ ഭാഗങ്ങളൊക്കെ ചെറുതായിട്ടൊക്കെ ഉണങ്ങിയിട്ട് ഇങ്ങനെ മുരിഞ്ഞ് വരുന്നുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ 3-ാമത്തെ ദിവസം എത്തിയപ്പോൾ അതിനേക്കാളും കൂടുതൽ ഒന്നും കൂടെ ഉണങ്ങിക്കിട്ടി. നമ്മളിതിൻ്റെ ഉണക്കണേൻ്റെ ഒപ്പം ഒരു കാര്യങ്ങൾ നമ്മൾ ആഡ് ചെയ്യണം. ഇത് തുളസിയും കൂടെ നമ്മൾ ആഡ് ചെയ്യണം കേട്ടോ. അത് ഞാൻ നിങ്ങളോട് പറയാൻ മറന്ന്, തുളസിയും കൂടെ നമ്മളിതിൽ ആഡ് ചെയ്യണം. ഈ ഇല ഉണക്കാനിടുന്ന ടൈമിൽ ഇതിൻ്റെ പൂവും ഇലയൊക്കെ നമുക്ക് ഉണക്കാനിടാം. ഇതിപ്പോൾ 4-ാമത്തെ ദിവസത്തെയാണ്. ഇനി നമുക്ക് ഈ തുളസിയും ഈ മറ്റേ കഞ്ഞിക്കൂർക്കയും കൂടിയിട്ട് നമുക്കിത് പൊടിച്ചെടുക്കണം. നല്ലപോലെ തന്നെ പൊടിച്ചെടുത്ത് കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കണം അതേ സ്മെല്ലിലും അതേ രുചിയിലായിട്ടുള്ള ഒറിഗാനോ നമുക്ക് കറക്റ്റായിട്ട് കിട്ടും. ഇനി ഇത് നമുക്ക് ചിക്കൻ പൊരിക്കുമ്പോൾ, അതേപോലെ പിസ്സ ഉണ്ടാക്കുമ്പോൾ എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഇത് യൂസ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയ ഒറിഗാനോ നല്ലൊരു എയർ ടൈറ്റുള്ള ഒരു പാത്രത്തിൽ നമ്മൾ ആക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ്.